ഹായ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക്സ് ആണ്, ഒരു സ്മൂത്തിയാണ്. പെട്ടെന്ന് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഒട്ടും തന്നെ നമ്മൾ പഞ്ചസാരയോ മറ്റുള്ള മധുരമോ ചേർക്കുന്നില്ല. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം വേണ്ടത് ചിയാ സീഡ് ഒന്ന് കുതിർത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒന്നുകിൽ നമ്മൾ രാത്രിയിൽ അത് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി വെക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമെടുത്ത് 1 സ്പൂൺ ചിയാ സീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് 1 മണിക്കൂറത്തേക്ക് അത് മാറ്റി വെക്കുക. അത് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. ചിയാ സീഡ് നമുക്ക് ഡയറക്റ്റ് കഴിക്കുന്നത് നല്ലതല്ല, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ചിയാ സീഡിലും അടങ്ങിയിട്ടുണ്ട്. മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചിയാ സീഡ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിനൊപ്പം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾക്ക് ആവശ്യമായ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വെറ്റായി സോഫ്റ്റായി കിട്ടുവാനിടയായും. അപ്പോൾ നമുക്ക് ഇത് സ്മൂത്തി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ബദാം എടുത്തു. ഒരാൾക്കാണെങ്കിൽ ഒരു 3 ബദാം മതി. ഞാൻ 2 പേരുടെ കണക്കിൽ 6 ബദാം എടുത്തിട്ടുണ്ട്. കുറച്ച് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്. പംകിൻ സീഡും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ്. അതൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കാൻ പംകിൻ സീഡ് ഒരുപാട് സഹായിക്കും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആക്കാൻ സഹായിക്കും. ഇതിനെല്ലാം പംകിൻ സീഡ് സഹായിക്കും. അടുത്തതായി എടുത്തത് സൺഫ്ലവർ സീഡാണ്. സൺഫ്ലവർ സീഡും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നതാണ്. അത് ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം സൺഫ്ലവറിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തതായി കുറച്ച് കാഷ്യൂനട്ടും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാഷ്യൂനട്ട് ഒത്തിരി എടുക്കുന്നില്ല. ഇതും നല്ല കൊളസ്ട്രോള് കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കാഷ്യൂനട്ട്. അതും കുറച്ചെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വാൾനട്ടിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന, ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതലായി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വാൾനട്ട്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ബ്രെയിൻ ഫങ്ഷനെ സഹായിക്കും. കൊളസ്ട്രോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇതെല്ലാം വാൾനട്ട് സഹായിക്കും. അടുത്തതായി ഞാൻ എടുത്തത് ഫിഗ് ആണ്, അത്തിപ്പഴം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒന്ന് തന്നെയാണ്. അത് വളരെയധികം ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ട് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ബോണിൻ്റെ ഡെൻസിറ്റി കൂട്ടാൻ സഹായിക്കുന്നു. ഹാർട്ടിൻ്റെ ഹെൽത്തിനെ സഹായിക്കും. ഇതെല്ലാം ചെയ്യുന്നതാണ് അത്തിപ്പഴം. അതിനുശേഷം കുറച്ച് ഡേറ്റ്സും കൂടെ എടുത്തു മധുരത്തിന് വേണ്ടിയിട്ട്. ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു 3-4 ഡേറ്റ്സ് അതുകൂടെ എടുത്ത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകി ആ ഡേറ്റ്സിൻ്റെ അകത്തുള്ള കുരുക്കളെല്ലാം നമുക്ക് കളയാം. കുരുക്കൾ ഉണ്ടെങ്കിൽ നമുക്കത് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. കുരു നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഡേറ്റ്സിൻ്റെ അകത്തു നിന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ നമുക്ക് ആ ചിയാ സീഡിനൊപ്പം തന്നെ അത് വേറൊരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ആദ്യമേ വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനത് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള പാൽ അതിനകത്തേക്ക് ചേർക്കാം. 1/2 ഗ്ലാസ്സോ അല്ലെങ്കിൽ 1 ഗ്ലാസ്സോ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു പഴവും കൂടെ ചേർത്തിട്ടുണ്ട്. പഴത്തിന് പകരം മാങ്ങ ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. മാങ്ങ ഇട്ടും നമുക്കിത് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ സ്ട്രോബെറിയോ ബ്ലൂബെറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ പഴമിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്കാക്കി നന്നായിട്ട് അടിച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നന്നായിട്ട് അതെല്ലാം മിക്സായിട്ട് സ്മൂത്ത് ആവുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഞാനിത് പരീക്ഷിച്ച് നോക്കിയ ഒരു കാര്യം കൂടിയാണ്. ഒരുപാട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ
എല്ലാ ധാതു ലവണങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും സാധനം എടുത്തപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്. ഫ്ലാക്സ് സീഡും കൂടെ 1 സ്പൂണോ 1/2 സ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്നത് മിസ്സായി പോയതാണ്. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ച് ഇതുപോലെ നല്ല സ്മൂത്ത് പരുവത്തിലായിട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കുതിരാനിട്ട ചിയാ സീഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ചിയാ സീഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈന്തപ്പഴം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒട്ടും മധുരത്തിന്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്മൂത്തി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പകരവും ഈവനിങ്ങിലും എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഡിന്നറിനും പകരമായും കഴിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.